ഏത് ഈ വീടോ? ഈ വീട്, ഈ വീടിനൊന്നും പറ്റിയില്ല. ഇത് ആ ശരിക്ക് നമ്മള് ഒരു കോറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര കല്ലുണ്ടാവൂല. ആ വീടിന്റെ ഉള്ളിൽ ചളി കയറിക്കള്ളു അല്ലേ? ആ മൊത്തമൊക്കെ പോയി. ഒരുപാട് വണ്ടികളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടോ? ഒരുപാട് വണ്ടികൾ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കുടിക്കാൻ പോലും രക്ഷപ്പെട്ടു പോവുകയില്ലല്ലോ. അത്രയും കല്ലല്ലേ വന്നതിന്റെ പിന്നാലെ വന്ന് അടിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നടുവിൽ കൂടെ സെന്ററിൽ കൂടെ പുഴ ഉണ്ടായിരുന്നു, ചെറുതാ. എന്താ അതിന്റെ പേര്? ആടെ ഒഴുകുന്നല്ലേ? അപ്പൊ വെള്ളത്തിന്റെ ശക്തി കൊണ്ട് ദിശ മാറി വന്നാ. ഏകദേശം ഒരു എത്ര 50ഓ 100ഓ അത്ര ആൾക്കാരല്ലേ മരണപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ? 300 സംതിങ്ങാ. പക്ഷെ ഒരുപാട് കൈയില്ലാത്തതും കാലില്ലാത്തല്ലോ മണ്ണിന്റെ അടിയിൽപ്പെട്ടു തന്നെ. ഈ കല്ലിന്റെ ഉള്ളിൽ നിന്നൊന്നും രക്ഷപ്പെട്ട് പോരാനാകില്ലല്ലോ. ആർക്കും പൊന്തിക്കാൻ പറ്റുക? JCB ഇങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഇത്രയും കല്ല് മാറ്റിയിട്ടിട്ട് പോകണ്ടേ? ഒരു കല്ലും മാറ്റാനാവില്ല. ഒരു ചെറിയൊരു കല്ല് നമ്മളെ കാലുമേൽ വന്ന് വീണാൽ തന്നെ എത്ര വേദന ഉണ്ടാവും, എത്ര കാര്യങ്ങളുണ്ടാവും. ഇത് രാത്രിയല്ലേ സംഭവിച്ചേ? അതിൽ ഉറങ്ങാതെ നിൽക്കുന്ന ആൾക്കാരിൽ എങ്ങോട്ട് ഓടാനാ? ജീവനും കൊണ്ട് ഓടാൻ പറ്റില്ല. അത്രയും വെള്ളവും ശക്തിയിലല്ല വന്ന്. ദൈവത്തിന്റെ ഓരോ കളികള്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഒരു ഉരുള് പൊട്ടലും ഇങ്ങനെ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. മുണ്ടക്കൈ ചൂരൽമല ഞങ്ങളിവിടെ കണ്ടപ്പോൾ ഉള്ള ഒരു വീട്ടിലെ ഒരു സിറ്റുവേഷൻ ഒന്ന് നോക്കിയതാണ്. ഇവിടെ വീട് താമസം പോലും ആക്കിയിട്ടില്ല. വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച സമയത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഇവിടുത്തെ ഒരു ഡൈനിങ് ഹാള് എന്നാ കാണുന്നുണ്ട് നിങ്ങൾ. ഡൈനിങ് ഹാളിൻ്റെ ഒരു കോലം, ഇവിടുത്തെ ഒരു കോണീൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിയിലുള്ള കോലം, വാഷ് ബേസും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ. അതുപോലെ തന്നെ കുറച്ച് പ്രൈമർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈമറും സിമെൻറ്റ് വൈറ്റ് സിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് ഇതിനുള്ളിൽ കൂടെ ആരെല്ലോ രക്ഷപ്പെടുത്തിയിട്ടുള്ള കാലിൻ്റെ അടയാളം പോയ പിന്നെ കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ മുകളിലോട്ട് ഷീറ്റിട്ടിട്ടുള്ളൂ. ഇത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ വെള്ളം അത്രയും പിന്നെ ശരിക്കും ഒരു 1-2 കൈയിൻ്റെ വലുപ്പത്തിൽ അത്രയും ചളി കെട്ടി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് നോക്കി നോക്ക്. ഇപ്പുറ സൈഡിൽ എത്ര ആഴത്തിലാണ് ഇവിടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇട്ടതാണല്ലോ. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ അത്രയും ആഴത്തിലേക്ക് മണ്ണ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. സാധാരണ ഒരു പുതിയൊരു വീട് നമ്മൾ എത്ര പണി